നമ്മുടെ കൃഷിമന്ത്രി പി പ്രസാദിൻ്റെ ചീര കച്ചവടം കണ്ടിട്ടുണ്ടോ? നല്ല മനോഹരമായിട്ടാണ് അദ്ദേഹം ചീര കച്ചവടം ചെയ്യുന്നത്. ചീര മാത്രമല്ല, പലതരം പച്ചക്കറികളും ഉണ്ട്. നമ്മുടെ നാട്ടിൽ പല പല മന്ത്രിമാരും ഉണ്ടായിട്ടുണ്ട് കൃഷിക്ക്, അല്ലേ? അവരെല്ലാവരോടും നമ്മൾ പോയി പരിവേദനങ്ങൾ പറയും, അവർ പല സൊല്യൂഷൻസും പറയും. നമുക്കത് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റും, ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റില്ല. കർഷകരുടെ ആത്മഹത്യകളൊക്കെ അങ്ങനെ നടക്കുകയും ചെയ്യും. പക്ഷേ ഇത്തവണ നമ്മളുടെ കൃഷിമന്ത്രിക്ക് ഒരുപാട് പ്ലാനുകളുണ്ട്. കൃഷി എങ്ങനെ നന്നാക്കണം, കൃഷിക്കാരെ എങ്ങനെ ഉയരങ്ങളിലേക്ക് എത്തിക്കണം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിന് ചിന്തകളുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ചേർത്തല കഞ്ഞിക്കുഴിയിലെ ഒരു കൃഷിക്കാരനായിട്ടുള്ള സുജിത്ത് എന്ന് പറഞ്ഞാൽ CCOKയുടെ മെമ്പറാണ്. CCOK എന്ന് പറഞ്ഞാൽ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടൻറ് ക്രിയേറ്റേഴ്സിൻ്റെ ഒരു രജിസ്റ്റേർഡ് സംഘടനയാണ്, ആദ്യത്തെ രജിസ്റ്റേർഡ് സംഘടനയാണ്. അതിലെ മെമ്പറാണ് സുജിത്ത്. അതും അങ്ങനെയാണ് സുജിത്തിനെ നമുക്ക് പരിചയമാവുന്നത്. ഈ സുജിത്ത് പക്ഷേ നല്ല ഒരു അധ്വാനിയായിട്ടുള്ള യുവ കർഷകനാണ്. ഒരുപാട് അവാർഡുകളൊക്കെ വാങ്ങിച്ചിട്ടുള്ള ചേർത്തല കഞ്ഞിക്കുഴിയിലെ സുജിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അറിയും. അത്രയ്ക്ക് നല്ലൊരു കർഷകനാണ്. അവിടങ്ങളിലുള്ള എവിടെ തരിശ് ഭൂമി കണ്ടാലും സുജിത്ത് പോയി അത് പാട്ടത്തിനെടുത്തിട്ട് കൃഷി ചെയ്യും. ഒരുപാട് പേർക്ക് ജോലിയും കൊടുത്തിട്ടുണ്ട്. യാതൊരു രീതിയിലുള്ള കെമിക്കലും ഇല്ലാതെ, കീടനാശിനികളും ഇല്ലാതെ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന സുജിത്തിൻ്റെ കൃഷി കാണാനായിട്ട് കേരളത്തിൻ്റെ വെളിയിൽ നിന്ന് പോലും ആളുകൾ വരുന്നുണ്ട്. അത്രക്ക് നല്ല ഒരു കൃഷിക്കാരനാണ് സുജിത്ത്. ആ സുജിത്തിൻ്റെ കൃഷിയിടങ്ങളിൽ ഉണ്ടായിട്ടുള്ള വിഭവങ്ങൾ, അതായത് ചീര, കുക്കുംബർ, പാവല്, വെണ്ട, പയർ. ഈ കുക്കുംബറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലല്ലേ ഇതിങ്ങനെ ഒടിച്ചു കഴിഞ്ഞാൽ വെള്ളം ചീറ്റും. അങ്ങനത്തെ സ്നോ വൈറ്റിൻ്റെ ഒക്കെ പോലത്തെ കുക്കുംബർ ഒക്കെയാണ് വന്നിട്ടുള്ളത്. പാവലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഫിനിഷിങ്, നല്ല ഭംഗിയാണ് പാവലൊക്കെ കാണാനായിട്ട്. ആ പാവയ്ക്കും വെണ്ടക്ക, നല്ല വെണ്ടക്ക, ചീര പലതരം, സുന്ദരി ചീര, നാടൻ ചീര, ചുവപ്പ് ചീര, പച്ചച്ചീര, അങ്ങനെയുള്ള ചീരകൾ ഒക്കെ ആയിട്ടാണ് സുജിത്തിൻ്റെ വണ്ടി വന്നത്. വണ്ടിയുടെ പേര് തന്നെ ചീരവണ്ടി എന്നാണ്. ഈ ചീരവണ്ടി വൈറ്റിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഫ്ലാഗ് ഓഫ് ആയിരുന്നു നമ്മുടെ മന്ത്രി പി പ്രസാദ് നടത്തേണ്ടിയിരുന്നത്. അതിന് വന്നപ്പോൾ അദ്ദേഹം ആവേശം കൊണ്ട്, അദ്ദേഹം ആ നാട്ടുകാരനാണല്ലോ, ആവേശം കൊണ്ട് അദ്ദേഹം അങ്ങോട്ട് ചീര വിൽപ്പന അങ്ങോട്ട് തുടങ്ങി. മന്ത്രി ചീര വിൽക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന ചീരയൊക്കെ പെട്ടെന്ന് തന്നെ, ചീരയും പച്ചക്കറിയൊക്കെ പെട്ടെന്ന് തീർന്ന്. അവിടെ ഇത് വാങ്ങിക്കാൻ വേണ്ടി ജനക്കൂട്ടം അങ്ങോട്ട് വന്ന്. അപ്പോൾ ഈ ചീരവണ്ടി മന്ത്രി വിറ്റതുകൊണ്ട് മാത്രമല്ല, നല്ല പച്ചക്കറി കിട്ടും, ശുദ്ധമായ പച്ചക്കറി, വിഷമില്ലാത്ത പച്ചക്കറി. അതിന് വേണ്ടിയിട്ടാണ് ജനങ്ങൾ അവിടെ ഇടികൂടിയത്. അപ്പോൾ കൂട്ടത്തിൽ മന്ത്രിയുടെ കയ്യിൽ നിന്നും കൂടി വാങ്ങിക്കാമല്ലോ. അങ്ങനെ നമ്മുടെ മന്ത്രി കുറേ നേരത്തൊക്കെ ഒരു പച്ചക്കറി കടക്കാരനായി, കച്ചവടക്കാരനായി മാറിയ ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ കർഷകർക്ക് ഇനി ആശ്രയിക്കാൻ ഒരു മന്ത്രിയുണ്ട്. മന്ത്രിനെ നേരിട്ട് പോയി കാണാം. നമ്മളുടെ നമ്മളുടെ ഗ്രൂപ്പിലുള്ള ആളുകളൊക്കെ നേരിട്ട് പോയി മന്ത്രിനോട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ കൃഷിഭവൻ്റെ കാര്യം സംസാരിച്ചിട്ടുണ്ട്, തൃപ്പൂണിത്തുറ കൃഷിഭവൻ്റെ കാര്യം സംസാരിച്ചിട്ടുണ്ട്, അങ്ങനെ നമ്മുടെ മരട് കൃഷിഭവൻ്റെ ഒരു ബിൽഡിങ്ങിൻ്റെ കാര്യം സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും മന്ത്രിയോട് സംസാരിച്ചിട്ടുണ്ട്. മന്ത്രി എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും മന്ത്രിയുടെ കുറച്ച് വാക്കുകളും കൂടി നമുക്ക് കേൾക്കാം. ജനപ്രതിനിധികളും കർഷകരുമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഞങ്ങളെ കാത്ത്, ഞങ്ങളെ പ്രതീക്ഷിച്ച്, ഞങ്ങളെ എന്നും ചേർത്ത് പിടിച്ചിട്ടുള്ള, ചേർത്തലയും ചേർത്ത് പിടിച്ച ആൾ തന്നെയാണ് പ്രിയങ്കരനായ പി പ്രസാദ്. ചരിത്ര ഭൂരിപക്ഷം കൊടുത്താണ് കഞ്ഞിക്കുഴി അദ്ദേഹത്തെ വിജയിപ്പിച്ചത്. അതിനുമപ്പുറം കഞ്ഞിക്കുഴിയുടെ ചൊരിമണലിലെ കഞ്ഞിക്കുഴിയുടെ കർഷകരെ, കഞ്ഞിക്കുഴിയെ ഇതുപോലെ സ്നേഹിച്ചൊരു കേരളത്തിൻ്റെ മന്ത്രി ഉണ്ടായിട്ടില്ല. ഡോക്ടർ TM തോമസ് ഐസക്കിനെ പോലെ ഞങ്ങൾ അങ്ങനെ പറയാൻ കഴിയത്തുള്ളൂ. അതിനേക്കാൾ അപ്പുറത്തേക്ക് പി പ്രസാദ് ഞങ്ങളെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഇത്രയോ സമയം ഞങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ പ്രസിഡൻറ്റ് രണ്ട് വാക്ക് സംസാരിക്കും. ഇവിടെ ഞങ്ങളെ കാത്ത് ഇവിടുത്തെ എറണാകുളം ജില്ലയിലെ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം ഞങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ വാഹനം വരാൻ അല്പം താമസം വന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു കാത്തിരിപ്പിന് കാരണമായിട്ടുള്ളതിനുള്ള ഒരു ക്ഷമ കൂടെ ചോദിച്ചുകൊണ്ട് ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികേയൻ രണ്ട് വാക്ക് സംസാരിക്കും. ഫേസ് മെമ്പറുണ്ട്. പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ വെറൈറ്റി ഫാർമറായിട്ടുള്ള സുജിത്ത് ഉൽപ്പാദിപ്പിച്ച ചീരയും പച്ചക്കറികളാണ് ഇവിടെ വിൽക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്.
കഞ്ഞിക്കുഴിയെ സംബന്ധിച്ച് ഒട്ടനവധി കർഷകർ ഇത്തരത്തിൽ കൃഷി ചെയ്യുന്നുണ്ട്. വിപണിക്കൊരു ചെറിയ പ്രശ്നം വന്നപ്പോഴാണ് നമ്മളിങ്ങനെ ഒരു ഇടപെടൽ നടത്തിയിട്ടുള്ളത്. നിങ്ങളുടെ എല്ലാവരും ഇവിടെ ഒരു കൂടിച്ചേരൽ നടന്നിട്ടുണ്ട്, വളരെ സന്തോഷം. അതുപോലെ മന്ത്രി കാർഷിക മേഖലയ്ക്ക് ഒരു പുത്തൻ ഉണർവാണ് മന്ത്രി വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ളത്. എല്ലാ കർഷകരെയും ചേർത്ത് പിടിക്കുന്നുണ്ട്. കഞ്ഞിക്കുഴിയുടെ ഒരു പ്രത്യേക സ്നേഹം വെച്ച് പുലർത്തുന്ന മന്ത്രിക്ക് ഈ അവസരത്തിൽ, ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന മന്ത്രിക്ക് ഈ അവസരത്തിൽ അഭിനന്ദനം അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഞങ്ങളെ കാത്തുനിന്ന പ്രിയപ്പെട്ട ആശ MLA, പിന്നെ കൃഷി ഓഫീസർമാർ എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവരോടും ഞങ്ങളുടെ സ്നേഹം അറിയിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങളെ സഹായിക്കണം. ഇനിയും ഞങ്ങൾ ഈ വണ്ടിയായിട്ട് വരും. ഇനിയും കർഷകർ ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്. എല്ലാവരുടെയും സഹായം എപ്പോഴും അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ബഹുമാന്യരെ, കൊടുക്കാല്ലേ? ഏറെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കർഷകൻ്റെ ഉൽപ്പന്നങ്ങൾ നമുക്ക് വിപണനം നടത്തുക എന്നുള്ളതാണ് സുപ്രധാനമായ പ്രശ്നം. അതിന് എറണാകുളത്ത് ഇത്തരത്തിൽ ഒരു സംവിധാനം ഒരുക്കിയിരിക്കുകയാണ്. അതിന് സഹായിച്ച എല്ലാവരോടും കഞ്ഞിക്കുഴിയിലെ കർഷകർക്ക് വേണ്ടി ഞാനും നന്ദി പറയുന്നു. ശ്രീമതി CK ആശ MLAയും കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി ഗീതാ കാർത്തികേയൻ, വൈസ് പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് M സന്തോഷ് കുമാർ, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, ബഹുമാന്യപ്പെട്ട വ്യക്തിത്വം എല്ലാം ഇവിടെയുണ്ട്. ദീർഘമായ സംസാരത്തിന് ഞാൻ മുതിരുന്നില്ല. കൃഷിയിടത്തിൽ കർഷകന് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അത് സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് സമൂഹത്തിൻ്റെയും സർക്കാരുകളുടെയും ഉത്തരവാദിത്വവും ബാധ്യതയും എല്ലാമാണ്. കർഷകൻ്റെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കപ്പെടുക എന്നുള്ളതിന് നമ്മളൊരു നല്ല പിന്തുണയും പിൻബലവും കൊടുത്തേ മതിയാവുകയുള്ളൂ. സുലഭമായി ഈ അവസരങ്ങളിൽ കഞ്ഞിക്കുഴി മേഖലയിൽ, ചേർത്തല മേഖലയിൽ ചീര വിളയിക്കുന്ന ഒരു സമയമാണ്. യാതൊരു വിഷാംശവുമില്ലാതെ വിഷരഹിതമായി പച്ചക്കറികളും ഇലവർഗ്ഗങ്ങളുമെല്ലാം വിളയിച്ചെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതിന് ഒരു വിപണി നമ്മളെല്ലാം കൂടി ചേർന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആഴ്ചയിൽ 3 ദിവസം വൈകുന്നേരങ്ങളിൽ എറണാകുളം ജില്ലയിലെ കൃഷി വകുപ്പിൻ്റെ മുൻകൈയിൽ റൂട്ട് നിശ്ചയിച്ചിട്ട് ഇത്തരം ഒരു ചീര വണ്ടി, കഞ്ഞിക്കുഴിയിലെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ, ചീരയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങൾ, പച്ചക്കറികളും ഉണ്ടാവും. അത് ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഈ വണ്ടി എത്തും. ജനങ്ങൾക്ക് കൃഷിക്കാരിൽ നിന്ന് നേരിട്ട് ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാനാവുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട്. ഇടനിലക്കാരില്ലാതെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ കർഷകർ തന്നെ നേരിട്ട് കൃഷി വകുപ്പിൻ്റെ കൂടി സഹായത്തോടുകൂടി വിപണനം ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത്. സമാനമായ രീതിയിൽ എവിടെയെങ്കിലും അത്തരം ബുദ്ധിമുട്ടുകളുണ്ടായാൽ ഇത്തരത്തിൽ സഹായിക്കാൻ സംസ്ഥാന കൃഷി വകുപ്പ് സന്നദ്ധമാണ് എന്നുകൂടി അറിയിക്കുന്നു. എറണാകുളം പോലെയുള്ള പട്ടണത്തിൽ ഒരു വലിയ വിപണിയുണ്ട് ഇക്കാര്യങ്ങൾക്കെല്ലാം. അത് ആവശ്യക്കാരുണ്ട് എന്നുള്ളതാണ്. അവരുടെ അടുത്തേക്ക് അത് എത്തിച്ചു കൊടുത്താൽ അവർ വാങ്ങിക്കാൻ തയ്യാറാവും. ഗുണമേന്മയുള്ള വിഷരഹിതമായ പച്ചക്കറികളും ഇലവർഗ്ഗങ്ങളും നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ആ ഉൽപ്പന്നങ്ങൾ 100% വിശ്വാസ്യതയോടെ ഒരു ഉപഭോക്താവിന് വാങ്ങാൻ കഴിയുന്നു എന്നുള്ള പ്രത്യേകത ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് ചീരവണ്ടിക്ക് എല്ലാ പിന്തുണയും പിൻബലവും കൃഷി വകുപ്പിന് ഉണ്ടാവും. നാടിൻ്റെ എല്ലാ സഹായവും സഹകരണവും ഉണ്ടാവണം എന്ന് അറിയിക്കുന്നു. ഒരു സംഘം കർഷകർ, അതോടൊപ്പം ശ്രീജ അടക്കമുള്ള ADSൻ്റെ പ്രവർത്തകർ, അവരാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. ശ്രീജയാണ് ഈ സംവിധാനത്തെ നയിക്കുന്നത്. അതുകൊണ്ട് അത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അതുകൊണ്ട് ശ്രീജയുടെ മുൻകൈയിൽ ശ്രീജ വളയം പിടിച്ച് ഈ പരിപാടി വിജയത്തിലേക്ക് എത്തിക്കുമെന്ന് ഞങ്ങൾക്ക് അങ്ങേയറ്റത്തെ വിശ്വാസമുണ്ട്. ആ ആത്മാർത്ഥതയും ആ ധൈര്യവും ഈ പരിപാടിയുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ്. അത് ചേർത്തലയിലെ കഞ്ഞിക്കുഴിയിലെ കർഷകർക്ക് കൂടി ഏറ്റവും പ്രയോജനപ്രദമാകുന്ന ഒരു കാര്യമാണ്. വിഷരഹിതമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ മുന്നണിയിലാണ് കഞ്ഞിക്കുഴി. ആ ചൊരി മണലിലാണ് ഇതെല്ലാം അത്യധ്വാനം ചെയ്ത് കർഷകർ ഉൽപ്പാദിപ്പിക്കുന്നത്. വേറെ എവിടുത്തെയും പ്രദേശം പോലല്ല അവിടുത്തെ മണ്ണ് എന്നുള്ള പ്രത്യേകതയുണ്ട്. ആ ചൊരി മണലിൽ ഇതെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ അധ്വാനം ചെറുതല്ല. ശുചിത്തടക്കമുള്ള സംസ്ഥാന കർഷക അവാർഡ് നേടിയ ചെറുപ്പക്കാരനാണ്. കേരളം ആദരിച്ച ഒരു ചെറുപ്പക്കാരനാണ്. കൃഷിയിൽ ആണ്ടുപൂണ്ടിറങ്ങി നിൽക്കുന്ന ഒരു കർഷകനാണ് സുജിത്ത് എന്ന ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ്റെ മുൻകൈയിലാണ് ഈ ഉൽപ്പന്നങ്ങളെല്ലാം ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ അവരെയെല്ലാം കൃഷിയിടങ്ങളുമായി ബന്ധപ്പെടുത്തി നിർത്തുക എന്നതിന് പ്രാധാന്യമുണ്ട്. ഇലവർഗ്ഗങ്ങൾ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കണമെന്ന് ആരോഗ്യമേഖലയിലെ വിദഗ്ധർ ആവർത്തിച്ച് നമ്മളോട് പറയുന്നുണ്ട്. മലയാളി ഇതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും ശീലത്തിൻ്റെ ഭാഗമായിട്ടേ ഇല്ല. പകുതിയിൽ കൂടുതൽ രോഗങ്ങൾ ഉണ്ടാകുന്നതും ഭക്ഷണം കഴിക്കുമ്പോൾ കൊണ്ടാണ്, അല്ലെ ഭക്ഷണം കൊണ്ടാണ് എന്ന് പറയുന്നിടത്ത് ഇലവർഗ്ഗങ്ങൾ ഒരു ദിവസം 100 ഗ്രാമെങ്കിലും കഴിക്കണമെന്നാണ്
പറയുന്നത്. പക്ഷേ അത് നമ്മൾ കഴിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ട് പരമാവധി അത് വാങ്ങിച്ച് കഴിക്കാൻ എല്ലാവരെയും പ്രേരിപ്പിക്കണം. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, വിഷരഹിതമായ പച്ചക്കറികളും ഇലവർഗ്ഗങ്ങളുമാണ് ഈ വണ്ടിയിൽ, പച്ചക്കറി വണ്ടിയിൽ അല്ലെങ്കിൽ ചീര വണ്ടിയിൽ വിപണനത്തിനായി എത്തിക്കുന്നത്. നാട്ടിലെ സാധാരണ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഇടനിലക്കാരില്ലാതെ ഉപഭോക്താവിൻ്റെ കൈകളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ 100% വിശ്വാസ്യതയോടുകൂടി ഏതൊരാൾക്കും വാങ്ങിച്ച് ഉപയോഗിക്കാവുന്ന കാര്യമാണ്. എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. സഹായിക്കാൻ നിന്ന എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു. CK ആശ അടക്കമുള്ളവർ ഇതിൻ്റെ ഭാഗമായി ഇത് അറിഞ്ഞ് ഇങ്ങനെ ഒരു ചീര വണ്ടിയുണ്ട് എന്ന് അറിഞ്ഞിട്ട് നമ്മളോട് ഈ പരിപാടി കാണുന്നതിന് വേണ്ടി പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടെ നിന്നതാണ്. അതുകൊണ്ട് MLA അടക്കമുള്ള എല്ലാവർക്കും, പങ്കെടുത്ത മുഴുവൻ ആൾക്കാർക്കും, ഈ പ്രദേശത്തിൻ്റെ ഒരു ജനപ്രതിനിധി എന്ന തരത്തിൽ കൂടി ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാ പിന്തുണയും ഇത് ഒരിടത്തേക്ക് മാത്രമല്ല, കഞ്ഞിക്കുഴിയുടെ കാര്യത്തിലായതുകൊണ്ട് മാത്രം പറയുന്ന തരത്തില്ല, നാളെയും ഇപ്പോൾ തൃശ്ശൂർ ജില്ലയുടെ ഭാഗങ്ങളിലോ അല്ലെങ്കിൽ കോട്ടയം ജില്ലയുടെ ഭാഗങ്ങളിലോ മറ്റ് ആലപ്പുഴ മറ്റ് ഭാഗങ്ങളിലോ എറണാകുളത്തിൻ്റെ തന്നെ ചില ഭാഗങ്ങളിലോ ഒക്കെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ എവിടെയെങ്കിലും അത് വിറ്റഴിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് കണ്ടാൽ ബന്ധപ്പെട്ട കൃഷി ഉദ്യോഗസ്ഥന്മാർ അവിടങ്ങളിൽ എത്തുകയും അവരെ സമീപിക്കുകയും അത് ഇതേപോലെ പഞ്ചായത്തുകളെ കൂടി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു സംവിധാനം ഒരുക്കി പട്ടണങ്ങളിൽ വിപണനത്തിനായുള്ള ഒരു സൗകര്യം ക്രമീകരിക്കേണ്ടതാണ്. അത് ക്രമീകരിക്കുക എന്നുള്ളത് കൃഷി വകുപ്പിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിന് എന്തു പിന്തുണയാണോ ഗവൺമെൻറ് അല്ലാതെ ചെയ്യേണ്ടത് അതെല്ലാം ചെയ്യാം. ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ കൃത്യമായ എന്നവണ്ണം ഈ സംവിധാനത്തിൻ്റെ ഭാഗം ഉപയോഗിക്കണം. ഞാൻ പറയുന്നത് കൃഷിഭവനിൽ അതിനൊരു ഹെൽപ്പ് ലൈൻ പോലൊരു സംവിധാനം ജില്ലാ കൃഷി ഓഫീസിൻ്റെ ഭാഗമായിട്ടുണ്ടാവണം. ജില്ലാ കൃഷി ഓഫീസിലുണ്ടാകുന്ന ആ ഹെൽപ്പ് ലൈനിലേക്ക് നമ്മുടെ ആൾക്കാർ ബന്ധപ്പെടാനുള്ള സമയം ഉണ്ടാവണം. അത് കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും കൂടി ബന്ധപ്പെടുത്തിക്കൊണ്ട് എല്ലായിടത്തും വാഹനങ്ങൾ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ആ വാഹനങ്ങളുടെ കൂടി വന്നാൽ കേന്ദ്രങ്ങൾ നിശ്ചയിച്ചു കൊടുത്ത് നമ്മുടെ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി അവർ കൂടി ഒന്ന് ഇടപെട്ടിട്ട് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന സഹായം ഉണ്ടാവണം. അപ്പോൾ കർഷകന് അതുണ്ടാക്കുന്ന ഒരു സന്തോഷവും ആത്മവിശ്വാസവും ചെറുതായിരിക്കില്ല. അതുകൊണ്ട് കർഷകൻ്റെ ആത്മവിശ്വാസത്തെ അല്പം പോലും ചോരാതെ നിർത്തുന്നതിനും കർഷകൻ്റെ കൃഷി കൊണ്ട് ഉൽപ്പന്നം വിറ്റഴിക്കപ്പെടാതെ പോകുമ്പോൾ കർഷകൻ ഒരിക്കലും അതൊരു നഷ്ടമായി ബുദ്ധിമുട്ടായി തീരാതിരിക്കുന്നതിനും കർഷകൻ്റെ കണ്ണ് നിറയാതിരിക്കാൻ നമുക്ക് ഈ പരിപാടി നടത്തിയേ മതിയാവും. മനസ്സ് നിറയ്ക്കുന്ന പരിപാടിയാണ് ഇത് വിറ്റഴിയുമ്പോൾ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഉണ്ടാകുന്നത് കണ്ണ് നിറയലായിരിക്കും. അത് കാർഷിക മേഖലയ്ക്ക് തന്നെ ദോഷകരമായിരിക്കും. അതുകൊണ്ട് നമുക്ക് എല്ലായിടങ്ങളിലും തുടക്കം നമുക്ക് എറണാകുളം ജില്ലയിലാണ്, മറ്റിടങ്ങളിലേക്ക് നമുക്കതിൻ്റെ അറിയിപ്പുകൾ കൊടുക്കാം. എവിടെയാണോ ഉൽപ്പന്നങ്ങളുടെ കൂടുതലുണ്ടാവുന്നത്, വിറ്റഴിക്കപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു, അത്തരത്തിൽ പ്രാദേശികമായ ഇത്തരം ഇടപെടലുകളിലൂടെ അത് വിറ്റഴിക്കാനുള്ള സംവിധാനം ഒരുക്കുന്നതിന് സർക്കാർ നടപടികൾ സ്വീകരിക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ട് എല്ലാവിധ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അതെയോ? രണ്ടാക്കിക്കോ. അല്ല ബാക്കി 2 കിലോ 100 രൂപ. 2 കിലോ പിടിക്കോ. ബാക്കി പച്ചക്കറി വാങ്ങിച്ചാൽ പിന്നെ അടുത്ത ആള് സുന്ദരി ചീര മന്ത്രിയുടെ കയ്യിൽ നിന്ന് വാങ്ങാം. മന്ത്രിയുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ പറ്റുമോ? അതെ, മന്ത്രിയുടെ